കോൺഗ്രസ് വാർഡ് കമ്മിറ്റി പ്രസിഡന്റായി തുടങ്ങിയ രാഷ്ട്രീയ ജീവിതത്തിലെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ KPCC അധ്യക്ഷനുമായ തെന്നല ബാലകൃഷ്ണപിള്ള. 2 തവണ MLA ആകാനിടയായ സാഹചര്യങ്ങളും പിന്നീട് തോൽക്കാനിടയായ കാര്യങ്ങളും ഓർത്തെടുക്കുന്നു അദ്ദേഹം. നമസ്കാരം. വോട്ടോർമയിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MLA-യുമായ KPCC അധ്യക്ഷനുമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹം തൻ്റെ വോട്ട് ജീവിതം, വോട്ടോർമ്മകൾ, ഒപ്പം തന്നെ അദ്ദേഹം സംഘടനാ രംഗത്ത് സജീവമായ സമയത്ത് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, അത്തരം കാര്യങ്ങളാണ് നമ്മോട് സംവദിക്കാൻ പോകുന്നത്. നാട് മുഴുവൻ തെരഞ്ഞെടുപ്പാണ്. എങ്ങനെയുണ്ടോ പഴയ വോട്ട് ഓർത്തെടുക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് കാലം പഴയത് ഓർക്കുമ്പോൾ അങ്ങ് സ്ഥാനാർത്ഥിയായി നിന്ന സമയമൊക്കെ? പണ്ടായാലും ഇപ്പോഴായാലും എല്ലാം തിരഞ്ഞെടുപ്പ് ഒരുപോലെ തന്നെയല്ലോ. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിന് പ്രത്യേകതകളൊന്നുമില്ല. അന്നും ഇന്നും എല്ലാം തിരഞ്ഞെടുപ്പുണ്ട്. തിരഞ്ഞെടുപ്പ് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അടുത്ത അതിനകത്തെ നിബന്ധന അനുസരിച്ചുള്ള 5 വർഷത്തേക്കുള്ള ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയാണ് തിരഞ്ഞെടുപ്പ്. അത് അന്നും ഇന്നും എപ്പോഴും അത് തന്നെ, ഭരണഘടനയ്ക്ക് വിധേയമായിട്ടല്ലേ. അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. സ്ഥാനാർത്ഥി അല്ലാതെ പ്രവർത്തിച്ച സമയമുണ്ട്. അതല്ല, സ്ഥാനാർത്ഥിയായ ശേഷം എങ്ങനെയായിരുന്നു? സ്ഥാനാർത്ഥി ആയി പ്രവർത്തനത്തിന് ഇറങ്ങിയത് 1967. അതിനു മുമ്പ് 65 എനിക്ക് ഞാൻ സ്ഥാനാർത്ഥിയാകണം എന്ന തീരുമാനം ഉണ്ടായെങ്കിലും മറ്റൊരാൾക്ക് ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ മാറി. അദ്ദേഹം നിൽക്കാൻ പറഞ്ഞ്, അപ്പോൾ എൻ്റെ നേതാക്കന്മാർ തന്നെ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി. CM സ്റ്റീഫനും അന്നത്തെ DC പ്രസിഡൻ്റ് ഒക്കെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞതല്ല, ഞാൻ വളരെ ചെറുപ്പം, അദ്ദേഹത്തിന് എൻ്റെ അച്ഛൻ്റെ പ്രായമുണ്ട്, അച്ഛൻ്റെ സുഹൃത്താണ്. ഞാൻ പാർട്ടിയിൽ സ്ഥാനം അദ്ദേഹം എന്നേക്കാൾ താഴെയാണ് വഹിക്കുന്നതെന്നുള്ളതൊന്നും കാര്യമല്ല. അദ്ദേഹം നിൽക്കട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ നിർബന്ധം സഹിക്കാതെ പിന്നെ അവരും അതിന് വഴങ്ങി. ആ തെരഞ്ഞെടുപ്പ് വന്നു. അന്നാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തനത്തിന് ഞാൻ ഇറങ്ങുകയും ചെയ്തത്. അതിനുശേഷം അങ്ങ് സ്ഥാനാർത്ഥിയായപ്പോൾ എങ്ങനെയായിരുന്നു പ്രചരണ അനുഭവം? സ്ഥാനാർത്ഥിയായത് 1967. അന്ന് ഈ പറഞ്ഞതുപോലുള്ള അന്ന് ഓരോ മീറ്റിങ്ങുകൾ, അന്ന് പ്രധാനമായിട്ട് കൊടിമരം കൊണ്ട് കുഴിച്ചിടുക, അതിൻ്റെ ഇതൊന്നും അത്തരത്തിലുള്ള ചില മേളങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. അതൊക്കെ നടന്നുകൊണ്ടിരുന്നു. പ്രസംഗങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ പോലെ അധികം അങ്ങനെ വരത്തില്ല. പിന്നെ വീടുകളിലൊക്കെ കഴിയുന്നിടത്തോളം പോവുകയും ഒക്കെ ചെയ്ത് അങ്ങനെ 67 അന്ന് വാസ്തവത്തിലൊന്ന് ഞാൻ തോൽവി മനസ്സിൽ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ 65 നിൽക്കാനുള്ള നിന്ന് മാറി നിന്നെങ്കിലും പിന്നീട് 67 വന്നപ്പോൾ പാർട്ടിയുടെ നിർബന്ധം വന്നതുകൊണ്ട് ഞാൻ നിന്നത്. അല്ലെങ്കിൽ സപ്തമുന്നണി അപ്പുറത്തും കോൺഗ്രസ് ഒറ്റയ്ക്കുമായിരുന്നു അന്ന്. അപ്പോൾ തീർച്ചയായിട്ടും തോൽവി എന്നുള്ളത് എനിക്കും പാർട്ടിക്കും എല്ലാവർക്കും അറിയാം. പക്ഷേ പാർട്ടിക്ക് വേണ്ടി ഞാൻ നിന്നു, അതാണ് ചെയ്തത്. പക്ഷേ അന്ന് ഇന്നത്തെ പോലെ പാർട്ടിക്ക് ചെലവിനുള്ള സംഭാവനയൊന്നും ആരും തരുന്ന ഇടപാടേ അന്നില്ല. വിശേഷിച്ചും ഞാൻ അടൂരിലാണ് നിന്ന്. അവിടെ അങ്ങനെ ഒരു സ്വഭാവമേ അവർക്കില്ല. പിന്നെ ചെലവിടേണ്ടി വന്നതെല്ലാം എൻ്റെ സ്വന്തം വസ്തുക്കൾ എഴുതി വിറ്റ് ഞാനിങ്ങനെ ചിലവാക്കി. അതൊക്കെ നിർബന്ധിത സാഹചര്യം. പിന്നെ ഞാനതിൽ നിന്നൊന്നും പിന്മാറാൻ പോയില്ല. ചിലവാക്കി തോൽവി ആയാണ് ഉണ്ടായത്. അങ്ങനെ പോയി. 70-ൽ തെങ്ങവും ബാലകൃഷ്ണനാണെന്ന് തോന്നുന്നു അന്ന് സ്ഥാനാർത്ഥിയായി. അന്ന് മുന്നണിയുണ്ടായി. മുന്നണിയുണ്ടായപ്പോൾ CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് പറഞ്ഞു. അത് അവർക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നോട് ഇത് പറയാൻ. ഞാൻ പറഞ്ഞു, ഞാൻ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഒരു തീരുമാനം എടുത്തത്, ഞാൻ എൻ്റെ ആയുഷ്കാലം മുഴുവൻ കോൺഗ്രസ്സുകാരനായിരിക്കും. അതുപോലെ ആരോഗ്യമുള്ളിടത്തോളം കോൺഗ്രസ്സിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും പറഞ്ഞു. പക്ഷേ അന്നും ഞാൻ MLA മന്ത്രിയാകുന്നതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. 77 എന്ന് പറഞ്ഞേ ഈ പറഞ്ഞ പോലെ. അപ്പോൾ തെങ്ങും ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞ് ഞാൻ നിൽക്കാൻ പറഞ്ഞു. ആ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ ജയിച്ചത്
എനിക്ക് തോന്നുന്നു പിന്നെ അടൂരിൽ ഇന്ന് വരെ ആർക്കും ആ ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. ഇപ്പോൾ 10,000 പനിയൊക്കെ പറയുന്നത് അന്ന് അവിടെ അതൊന്നും കിട്ടുന്നതല്ല. പക്ഷേ എനിക്ക് 8,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞു 2.5 വർഷം കഴിഞ്ഞപ്പോൾ അന്നത്തെ ചില പാർട്ടിയിലെ മാറ്റം വന്ന് വ്യത്യാസമൊക്കെ വന്നിട്ട് ഗവൺമെൻറ് പോയി. പിന്നെ വീണ്ടും 80 തിരഞ്ഞെടുപ്പ് വന്നു. 80 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞാൻ അന്ന് മാത്രമായിട്ട് നിൽക്കുകയാണല്ലോ. ഞാൻ കരുണാകരൻ സാർ അന്ന് ഉള്ളൂരൊരു കെട്ടിടത്തിലെ താമസം. ഞാൻ വന്ന് കണ്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കത്തില്ല, എനിക്കിങ്ങനെ എഴുതി വിറ്റാൽ വെറുതെ എനിക്ക് പിന്നെയുള്ള കാര്യം ഇടയ്ക്കൊക്കെ ജീവിക്കണ്ടേ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ തെന്നല നിന്നാലേ പറ്റൂ, അതുകൊണ്ട് തെന്നല നിൽക്കണം. 80 നോമിനേഷൻ കൊടുത്തു. അന്ന് തോൽവിയാണ് സംഭവിച്ചത്. പക്ഷേ വളരെ കുറച്ച് 2000-ന് അടുത്തുള്ള വോട്ടേ കുറഞ്ഞുള്ളൂ എനിക്ക്. 82-87 കാലഘട്ടത്തിൽ ഞാൻ അവിടെ സ്ഥാനാർത്ഥിയായി. നല്ല ഇതായിട്ടുള്ള ഭൂരിപക്ഷം. നല്ല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അന്നും ഈ വലിയ മാർജിൻ വരുത്തില്ല, അങ്ങനെ ജയിച്ചു. ഇലക്ഷൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത് അടൂർ താലൂക്ക് എന്നുള്ളതായിരുന്നു. അത് യാഥാർത്ഥ്യമാക്കി ഞാൻ അന്ന് ആ ഫീൽഡിൽ. അത് തന്നെയല്ല, ഉള്ള മുഴുവൻ വികസന പ്രവർത്തനങ്ങളും അവിടെ നടത്തി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു. അവിടുത്തെ സകല കാര്യങ്ങളും, ഒരു റോഡ് പോലും മോശമുള്ള റോഡില്ലാത്ത പോലെ എല്ലാം നന്നാക്കി. അടൂരെ സെൻറ്ററിലെ ആ ബ്രിഡ്ജ്, ഇപ്പുറത്തൊരു ബ്രിഡ്ജ്, എല്ലാം വെച്ചു. RDO ഓഫീസ് ഇന്ന് വേണ്ട എടുത്തോരോന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അടൂരെ അന്നത്തെ ആവശ്യങ്ങൾ ജനങ്ങളുടെ മുഴുവൻ സാധിച്ചു കൊടുത്തു. 87 ഇലക്ഷൻ വന്നു. അതിൽ യഥാർത്ഥത്തിൽ ഞാനെപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴെല്ലാവരും ഈ കൂടെ നിൽക്കുന്ന ഒരു കാലുവായെന്നൊക്കെ പറയത്തില്ലേ, പക്ഷേ എനിക്ക് നേരിട്ടത് അനുഭവപ്പെട്ട ആളാണ്. ഞാനതിന് ഉദാഹരണം പറഞ്ഞത്, ഒരു രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ അതിൻ്റെ എതിർ രാജ്യവുമായിട്ട് യുദ്ധം ചെയ്യുമ്പോൾ അവരോടൊപ്പം ഈ സർവ്വസൈന്യാധിപൻ അയാൾക്ക് അനുകൂലമായി നിന്നാൽ പിന്നെ ഈ രാജ്യത്തിന് ജയിക്കുക എന്ന് പറയുന്നത്, പരാജയം എന്ന് പറയുന്നത് സംശയമില്ല. അന്നത്തെ എൻ്റെ നിയോജകമണ്ഡലം പ്രസിഡൻറ്റും ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനും എല്ലാം ഇരുന്ന ആൾ മറുഭാഗത്തായിരുന്നു. അങ്ങനെ തോറ്റു. പിന്നീട് ഞാൻ തിരഞ്ഞെടുപ്പിന് നിന്നിട്ടില്ല. 87 കഴിഞ്ഞിട്ട് അടുത്ത 91-ലോ മറ്റോ അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ നിൽക്കണമെന്ന് കരുണാകരൻ സാറും ആന്റണി സാറും കൂടെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കുന്നില്ല, ഒരു കാരണവശാലും ഞാൻ ഇനി തിരഞ്ഞെടുപ്പിന് നിൽക്കത്തില്ല. കാരണം ഒരു തിരഞ്ഞെടുപ്പിന് നിന്നാൽ, ജയിച്ചാൽ അവിടുത്തെ ജനങ്ങളോട് നീതി പുലർത്തുക എന്നതാണ് ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കുകയും അതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് എനിക്കിതാണ് അനുഭവം. അതുകൊണ്ട് ഞാൻ ഇനി തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് ഒഴിഞ്ഞു. പിന്നീട് KPCC അധ്യക്ഷനൊക്കെ ആയല്ലോ, KPCC ജനറൽ സെക്രട്ടറി ആയി, അധ്യക്ഷനായി. ആ സമയത്തും ഇത്തരം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ചുക്കാൻ പിടിക്കുകയാണല്ലോ ഉണ്ടായത്. അതെ, അത് അന്ന് ഞാൻ KPCC പ്രസിഡൻ്റ് ആകുന്നതിൻ്റെ ആ സമയത്തും പാർട്ടിയിൽ പല അഭിപ്രായങ്ങളും വന്നങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പോൾ അവിടുന്ന് AICC എന്നുള്ള ഒബ്സർവർ വന്ന് എല്ലാവരെയും കേട്ട് ഒക്കെ തീരുമാനമെടുക്കാനായിട്ട് ഞാനും അതിനു മുമ്പ് ഇലക്ഷൻ്റെ എല്ലാം ഈ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് അത് പിന്നീടായിരുന്നു.
അന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഇതിലാര് വേണം എന്നുള്ളത് ഹൈക്കമാൻഡിൽ 2 ഗ്രൂപ്പായിട്ട് 2 പേരോടും സംസാരിച്ച് വന്നപ്പോൾ അവർക്കാർക്കും ഒരു കോമൺ ആയിട്ടൊരു പേര് പറയാനില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ എല്ലാവരും കൂടെ യോജിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ആളിനെ ആക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒരാളെ ആർബിട്രറി ആയിട്ട് തീരുമാനിച്ച് തരും, അവരെ സ്വീകരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ യാദൃച്ഛികമായിട്ട് എൻ്റെ പേര് പറഞ്ഞ ഉടനെ കരുണാനിധി പറഞ്ഞു. എനിക്ക് അക്കാര്യത്തിൽ ഒരു എതിർപ്പുമില്ല, അത് സ്വീകാര്യമായിരുന്നു. അങ്ങനെയാണ് ഞാൻ KPSC പ്രസിഡൻ്റായത്. തിരഞ്ഞെടുപ്പ് വന്നു. അതിലും ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ഇതും എടുക്കാതെ എല്ലാവരുടെയും താല്പര്യങ്ങൾ നോക്കി കണ്ട് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയൊക്കെ കണ്ട് നിർത്തി. അപ്പോൾ ആരും മത്സരമില്ലാതെ അങ്ങനെ 100 സീറ്റും കിട്ടി. സുഖമായിട്ട് പ്രതിപക്ഷത്തായിരുന്ന പാർട്ടിയെ അധികാരത്തിൽ കൊണ്ടുവന്ന് വെച്ചു. തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ പങ്കുവച്ചത് തെന്നല ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നമുക്കറിയാം സമാനതകളില്ലാത്ത രാഷ്ട്രീയ ജീവിതമാണ്. മാത്രമല്ല, മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞതുപോലെ ആരോടും ശത്രുതയില്ലാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി ഇരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഏതായാലും അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ക്യാമറമാൻ അൽകുമാറിനൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, തിരുവനന്തപുരം.